ഹായ്, എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇച്ചിരി മാങ്ങ ഇട്ട് കൂട്ടാൻ വെക്കാനാണ് ഒരുങ്ങുന്നത്. അപ്പോൾ മാങ്ങയും ചെമ്മീനും, പച്ചമാങ്ങയും ചെമ്മീനും നല്ല ടേസ്റ്റാണ്. അത് കൂട്ടിയിട്ടില്ലാത്തവരെല്ലാം ഒന്ന് വെച്ച് കൂട്ടി നോക്കണം. അപ്പോൾ ഞാൻ ഈ ചെമ്മീനെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അതിനനുസരിച്ചുള്ള ചേരുവകളാണ് നമുക്ക്. ചെമ്മീൻ മാങ്ങ ഇട്ട് വെക്കാനാണ്. നമ്മൾ ചെമ്മീനെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കലത്തിലേക്ക് വാരിയിടാം. ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി വേണ്ടുന്നത് മാങ്ങയാണ്. മാങ്ങയെല്ലാം നന്നായിട്ട് ക്ലീനാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇനി അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ, ചെറിയ ഉള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, സ്വല്പം ഉലുവാപ്പൊടി, ഒരു പിഞ്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഞാൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. കൊഞ്ച് വെന്ത് കഴിയുമ്പം നമുക്ക് അടുപ്പിടാം. ഇപ്പം ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. കൊഞ്ചും അരപ്പും നമ്മുടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങ കലങ്ങാതിരിക്കാനാണ് കൂടിടാഞ്ഞത്. മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇത് പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലിടുന്നത്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചിട്ടാൽ മതിയായിരിക്കും. എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർക്കുക. നല്ല തിക്ക് ഗ്രേവിയോട് കൂടി കിട്ടും. മാങ്ങ അധികം കലങ്ങാതെ വേണം എടുക്കാൻ. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുന്നത്. അവിടെ കൊഞ്ചും മാങ്ങയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇച്ചിരി പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. സ്വല്പം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. പച്ചവെളിച്ചെണ്ണയും കരിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൊഞ്ചും മാങ്ങായും കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. നല്ലൊരു ടേസ്റ്റാണ്. വേറെ ഒരു കൂട്ടാനും വേണ്ട, നമുക്ക് ചോറ് കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടെടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.